ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ഡാഷ് ക്യാം പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ ഇഗ്നീസിൽ ഓൾറെഡി ഒരു പ്രീമിയം ഒരു 70 മൈയുടെ ഡാഷ് ക്യാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പർപ്പസും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ചൊരു പ്രീമിയം ലെവൽ, കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ക്യാമറ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അഫോർഡബിൾ റേറ്റിലേക്ക് കിട്ടുന്ന ഒരു ക്യാമറ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നത്, അതും ക്വാളിറ്റി വൺ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മൈയുടെ തന്നെ ഡാഷ് ക്യാം ആണ്. A200 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 രൂപയുള്ളൂ. അതായത് 7999 രൂപയ്ക്ക് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ശരിക്കുള്ള പ്രൈസ് ഏകദേശം 13000 രൂപയുടെ സംഭവം. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഡാഷ് ക്യാം ഒന്ന് അൺബോക്സ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ്, അതിൻ്റെ പേപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ യൂസർ മാനുവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും ക്യാമറ കാണാം. ക്യാമറ വരുമ്പോൾ ഇതാണ് മെയിൻ ക്യാമറ വരുന്നത് കേട്ടോ. സെയിം നമ്മുടെ ആ ഒരു 4K HDയുടെ അതേ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതേപോലെ തന്നെ റിയർ ക്യാമറയും സെയിം തന്നെയാണ്. ഈ ഒരു ചെറിയ ക്യാമറ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കേബിൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, കണക്റ്റിംഗ് കേബിൾ, അതായത് കേബിൾസ്, പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ടൂൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിരുന്ന കാര്യമാണ് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു ഷോപ്പിൽ പോയിട്ടാണ് ചെയ്തത് കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ ഒരു 256 GB മെമ്മറി കാർഡും പിന്നെ വയറിംഗ് കിറ്റും എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ്, ക്വാളിറ്റി വൺ ആണ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തത്. ഒരു ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ ചെയ്തത്. അതുപോലെ തന്നെ നോർമൽ സിഗർ ലൈറ്റർ ഉണ്ടല്ലോ, അതിൽ കണക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്കിത് കണക്ട് ചെയ്ത് റൺ ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ 4K വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റോറിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. ചെറിയ പൈസ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ വരുന്ന റെക്കോർഡിംഗ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെമ്മറി കാർഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഫുൾ ടൈം ഒരു ലൂപ്പിൽ റെക്കോർഡിംഗ് ഉണ്ടാവും. അത് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ലൂപ്പിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ 4Kയിലാണെങ്കിൽ എനിക്കൊരു 3-4 ഡേയ്സിലെ ഡേറ്റാസ് കിട്ടുമെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 5 to 6 ആ ഒരു ദിവസത്തെ മെമ്മറീസ് എന്തായാലും സ്റ്റോർ ആയിട്ട് ഇതിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അതേപോലെ തന്നെ ഇതിലെ പ്രത്യേകതകൾ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ വരുന്ന റെക്കോർഡിംഗ് വരുമ്പോഴത്തേക്കും 1080p വിത്ത് HDR സപ്പോർട്ടുള്ള റെക്കോർഡിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും കറക്റ്റായിട്ട് റെക്കോർഡിംഗ് പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവരെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പെർഫെക്റ്റ് ആണ് ഓൾറെഡി. അപ്പം നമുക്കിപ്പം ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും, ഫ്രണ്ടും റിയറും. അപ്പം പല കോമ്പറ്റീറ്റേഴ്സ് ക്യാമറാസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് അത്ര വിസിബിൾ അല്ല. പക്ഷേ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡേറ്റ ഇതിൽ സ്റ്റോർ ആവുന്നുണ്ട്. അത് ഇവരെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 70 മൈയുടെ നൈറ്റ് ഔൾ വിഷൻ സപ്പോർട്ട് കിട്ടുന്ന ഒരു ക്യാമറ കൂടിയാണ് കേട്ടോ. അതായത് രാത്രിയിലുള്ള വിഷനും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ ഇവർ പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു ക്യാമറയിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അതായത് കൊളിഷൻ ഡിറ്റക്ഷൻ, എമർജൻസി വീഡിയോ റെക്കോർഡിംഗ്, ഇൻ കേസ് വണ്ടി ഒരു ഷേക്ക് ആവോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെട്ടെന്നൊരു അറ്റൻഷൻ കൊടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു മൊമെന്റ് ഒന്നുകൂടെ അലേർട്ടിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 24 hours പാർക്കിംഗ് സർവൈലൻസ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ വണ്ടി നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാലും ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ട് കുറേ അധികം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു 70 മൈയുടെ A200 ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡിൽ ശരിക്കും ട്രാവൽ ചെയ്യേണ്ടി പറ്റും കേട്ടോ. കാരണം പൊതുവെ ഇപ്പം ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനത്തെ ക്യാമറാസൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഒരു പ്രൂഫ് കിടക്കുമല്ലേ. പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വോൾട്ടേജ് ആവുന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ വോൾട്ടേജും ബാറ്ററി ഡ്രെയിൻ പ്രൊട്ടക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ്. അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ സ്ട്രെയിറ്റ് കണക്ട് ചെയ്തേക്കുവാണല്ലോ. അപ്പോൾ എനിക്ക് ഓവറോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നീറ്റാണ്, കുറച്ചുകൂടെ എനിക്കിത് കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ടോപ്പ് എൻഡ് മോഡൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ADASന്റെ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും വോയിസ് സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതൽ വേണ്ടവർക്ക് ആ ഒരു മോഡലും, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കേണ്ടവർക്ക് ഈ ഒരു മോഡലും ചൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 8000 റുപ്പീസിന് നമുക്ക് ഓൺലൈൻ സൈറ്റ്സിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ്,
ഈ ഒരു റേറ്റിലേക്ക് നോക്കേണ്ടവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല പ്രോഡക്റ്റാണിത്. പിന്നെ നമുക്ക് വേറെ സപ്പോർട്ട് കൂടെ 70 മൈ തരുന്നുണ്ട് കേട്ടോ. ഇവരൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കണക്ട് ആയി കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡീറ്റെയിൽസും സെറ്റിങ്സ് ചെയ്യാനും കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളോട് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർക്ക് ഇതിൻ്റെ പ്രീവിയസ് നമ്മുടെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ആപ്പിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലി ഞാൻ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനൂടെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വയറിംഗ് കിറ്റ് വാങ്ങിച്ചു, 256 GB ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചു, ഒരു CPL ഫിൽറ്റർ വാങ്ങിച്ചു ഗ്ലെയർ അടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് മൂന്നുമാണ് ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്ന് തന്നെ ഇവരുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അത് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ 70 മൈയുടെ A200ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.